ഇതൊരു സാധാ സീലിംഗ് ഫാനാണ്. ഓക്കെ, ആദ്യമായിട്ട് അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ക്ലാമ്പ് അയക്കുക. കപ്പാസിറ്റർ ക്ലാമ്പ് അയച്ചു മാറ്റുക. ആ കപ്പാസിറ്റർ എടുത്ത് മാറ്റി വെച്ചു. ആ കപ്പാസിറ്ററിൻ്റെ ആവശ്യം ഇപ്പം നമുക്ക് ഇല്ല, അത് ഒഴിവാക്കി. അതിൻ്റെ സ്ക്രൂ ആവശ്യമുണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ സ്ക്രൂ അവിടെ മാറ്റി വെച്ചു. ഇനി അതിൻ്റെ കണക്ഷൻ, കപ്പാസിറ്ററിൽ നിന്നുള്ള കണക്ഷനും കോയിലിൻ്റെ കണക്ഷനും ഒക്കെ നമ്മൾ മാറ്റി എടുക്കുകയാണ്. അത് കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ ബോഡി കഴിക്കണം. ബോഡി 3 സ്ക്രൂ ഉണ്ടാവും. ഈ 3 സ്ക്രൂ എടുത്തിട്ട് അതും നമുക്കിവിടെ മാറ്റി വെക്കണം. അങ്ങനെ ഈ 3 സ്ക്രൂവും കൂടി എടുത്ത് മാറ്റി വെക്കുക. മാറ്റിയ ആ 3 സ്ക്രൂവും കപ്പാസിറ്ററിൻ്റെ സ്ക്രൂവും അത് നമ്മളിവിടെ ഒരിടത്ത് എടുത്ത് വെച്ചു. ഇനി അതിൻ്റെ ബോഡി കഴിക്കുകയാണ്. അതിൻ്റെ ബോഡി കഴിച്ചെടുത്തു. ഓക്കെ, ബോഡി കഴിച്ചു. അതിൻ്റെ പിന്നെ സ്പ്രിങ്, അതിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ്, അതിൻ്റെ റോട്ടർ ഒക്കെ എടുത്ത് മാറ്റി. അത് നമുക്ക് ആവശ്യമില്ല, റോട്ടർ നമുക്ക് ആവശ്യമില്ല. ഇനി അതിൻ്റെ ബോഡിയാണിത്. ഓക്കെ, ഇനി അതിൻ്റെ കോയിൽ അതിൽ നിന്ന് മാറ്റും. കോയിലും മാറ്റി. ആ കോയിൽ വേണ്ട, കോയിലും ആ റോട്ടറും കപ്പാസിറ്ററും ഇത് 3 നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി അതിൻ്റെ ഉള്ളിലുള്ള 2 ബെയറിങ്ങുകളുണ്ട്. ഒരു 62.02 62.01 ഇതിൻ്റെ ബെയറിംഗ് ആണെന്ന്. ഈ 2 ബെയറിങ്ങും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. അതിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ബെയറിങ്ങിന് ചെറിയ കംപ്ലൈൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ആ ബെയറിങ് 2 മാറ്റണം. അപ്പോൾ ഈ 2 ബെയറിങ്ങും നമ്മൾ മാറ്റി. 2 ബെയറിങ്ങും പുതിയ ബെയറിംഗ് ആക്കി മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ ഈ കോയിലിടാം. ഈ 12 വോൾട്ടിൻ്റെ കോയിൽ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെ 12, 24 കൊടുക്കാൻ പറ്റിയ 30 വോൾട്ട് വരെ കൊടുക്കാൻ പറ്റിയ കോയിൽ അതിലേക്ക് ആദ്യം അതിൻ്റെ ടോപ്പിൽ ഫിറ്റ് ചെയ്യും. ഓക്കെ, അത് പ്രസ് ചെയ്തു. അത് കോയിൽ സീറ്റിംഗ് ആക്കി. കോയിൽ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് ബെയറിങ്ങിൽ. ഇനി അടുത്ത അതിലേക്ക് നമുക്ക് ഇനി അതിന് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മാഗ്നറ്റ് നമ്മൾ മുമ്പ് കാണിച്ചു തന്നിരുന്ന ആ സെയിം മാഗ്നറ്റാണ്. ആ മാഗ്നറ്റ് അതിൽ വെച്ചു. അത് അതിൽ കുറച്ച് ഓവറാണ്, പുറത്തേക്ക് ഓവറാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യണം. അതുകൊണ്ട് ഇനി കട്ട് ചെയ്ത് കൊണ്ടുവരണം. മാഗ്നറ്റാണ് ഇപ്പോൾ ഇത്. ആ മാഗ്നറ്റ് നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. അതിൻ്റെ അളവിനനുസരിച്ച് അത് കട്ട് ചെയ്യുക. ഈ ഗ്രൈൻഡർമിൽ വെച്ചും കട്ട് ചെയ്തു. ഗ്രൈൻഡർമിൽ വെച്ചും കട്ട് ചെയ്യാം. അതെല്ലാം നേരെ ഈ മാഗ്നറ്റ് നമ്മൾ അതിൻ്റെ എല്ലാ കാലുകളും കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇത് ആക്സോ ബ്ലേഡ് കൊണ്ടും കട്ട് ചെയ്യുക, ഈ ഗ്രൈൻഡർ കൊണ്ടും കട്ട് ചെയ്യുക. പിന്നെ സാധാരണ കട്ടിങ് ബ്ലേഡ് കൊണ്ടുള്ള പിന്നെ ഗ്രൈൻഡർ ഉപയോഗിച്ചു അതും കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് നമ്മൾ ഇതിൽ വെക്കാൻ പോവാണ്. അതെങ്ങനെയാണ്ട് ഇറക്കി വെച്ചപ്പോൾ മാഗ്നറ്റ് ഒരു സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അതിൻ്റെ കോർണർ. അപ്പോൾ അത് ഇനി സെൻറ്റർ ചെയ്ത് വെക്കണം. സെൻറ്റർ ചെയ്ത് വെക്കാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉൾഭാഗം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, ഉൾഭാഗം സെൻറ്റർ ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഈ 0.5, 0.7 ഒക്കെയുള്ള മില്ലക്സ് പേപ്പറുകളുണ്ട്. 2-3 ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഫിറ്റ് ചെയ്യണം. ഗ്യാപ്പിൽ വെറുതെ വെച്ചില്ല, സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 4 ഭാഗത്ത് അത് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിലും അതിൻ്റെ മാഗ്നറ്റും തമ്മിൽ ഒരിക്കലും ടച്ചില്ലാത്ത കറക്റ്റായിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് റെഡി ആയി വരും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ് ഇത് ഏകദേശം സെൻറ്റർ ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നത്. ഈ ടോപ്പ് കൂടെ കൂടാൻ പാടില്ല, മാഗ്നറ്റിൻ്റെ ടോപ്പ് പൊന്തിയിട്ട് നിൽക്കാനും പാടില്ല. ആ കോലത്തിൽ ആക്കിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൂസാണ്, ഇത് ഒന്നിച്ച് തിരിയാനുള്ള. അപ്പോൾ ഇതിൻ്റെ ഔട്ടറിൽ നിന്ന് ടൈറ്റ് ആക്കിയിട്ട് ഈ മാഗ്നറ്റ് അങ്ങോട്ട് അടുക്കും ചെയ്യരുത്. അതിന് ടൈറ്റ് ആക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ സ്പേസർ വെച്ചിട്ട് ടൈറ്റ് ആക്കണം. ഇതാണ് അതിൻ്റെ സ്പേസർ. ഏകദേശം ഒരു പിന്നെ 5 mm ഉണ്ടാവും ഇതിൻ്റെ ഗ്യാപ്പ്. ഈ 5 mm വെച്ചിട്ട് അതിൻ്റെ ചുറ്റോറും നമ്മൾ മുമ്പ് കാണിച്ചെന്ന അതേമാതിരി ചുറ്റോറും അത് ടൈറ്റാക്കി വെക്കണം. ന്യൂ വുഡാണ്. അങ്ങനത്തെ എന്ത് മെറ്റീരിയൽ വെച്ചാലും മതി. എന്നിട്ട് അത് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് അവിടെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ 3 ഭാഗത്ത് വെച്ചാലും മതി. കട്ട് ചെയ്തിട്ട് ശരിക്ക് ഒരു ഗമ്മിടുക. അപ്പോൾ അങ്ങോട്ട് അടുക്കൂല, അങ്ങോട്ട് ടൈറ്റ് ആവില്ല. കാരണം അവിടെ മില്ലക്സ് ഉണ്ട്. ഇങ്ങോട്ട് വരാതിരിക്കാനാണ് ഇപ്പോൾ നമ്മളിത്, ആ മാഗ്നറ്റ് ഇങ്ങോട്ട് വരാതിരിക്കാൻ. അതിന് നമ്മൾ
ഈ ഗമ്മാണ് കുഴപ്പമില്ലാത്തൊരു ഗമ്മ് കണ്ട് നമ്മൾ ഉപയോഗിച്ചില്ലേ, അത് ചുറ്റുപുറം ആ ഗമ്മ് ഇടാം. ഗമ്മ് നന്നായിട്ട് ഉള്ളും പുറമായിട്ട് ഗമ്മിട്ട് അവിടെ ടൈറ്റാക്കി വെച്ചാൽ ആ മാഗ്നറ്റ് എന്താവും, ഇളകൂല, ശരിക്കും മാഗ്നറ്റ് അതിൽ ടൈറ്റായി അവിടെ കിടക്കും. ഈ ഗൈസിലാണ് ഇതിട്ട് എത്ര ബുദ്ധിമുട്ടില്ല. സാധാരണ കേസ് ഇത് മെറ്റൽ കേസ്, ഇത് കുറച്ച് വെയിറ്റ് കൂടിയ കേസാണ്. അതുകൊണ്ടാണ് സാധാരണ കേസിൽ ഈ 0.5 ശരിക്കും ഇറങ്ങാനുള്ള ഗ്യാപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ സാധാരണത്തെ കേസ് വെയിറ്റ് കുറഞ്ഞ കേസാണിത്. ഈ കേസിലാണ് സാധാരണ എല്ലാ അധിക ഫാനുകൾക്കും ഇങ്ങനത്തെ കേസാണ് ഉണ്ടാവുക. അതിൽ നമ്മൾ ആ മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ മാഗ്നറ്റ് വെച്ച് കട്ട് ചെയ്ത മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്ര ലൂസ് ഉണ്ടാവും. ആ ലൂസ് 5 mm ലൂസ് ഉണ്ടാവുള്ളൂ. അത് 4 പുറത്ത് വരുമ്പോൾ ടൈറ്റായിട്ട് വരും. മൾട്ടിവുഡിൻ്റെ പീസാണത്. മൾട്ടിവുഡിൻ്റെ പീസ് വെച്ചിട്ട് അതിൽ നമ്മൾ ഗം വെച്ചാൽ മതി, അത് നല്ല ടൈറ്റായിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത ആ പേപ്പർ, ആ മില്ലക്സ് പേപ്പർ വെച്ച് അതിൻ്റെ ആ പേപ്പർ നൂരുക, ഉണങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ 4 പേപ്പറും ഇത് വലിച്ചൂരി എടുക്കുക. എടുത്തിട്ട് അതൊന്ന് തിരിച്ചു നോക്കുക. എന്നിട്ട് നല്ല ലൂസ് ഉണ്ടാവുക. ഫ്രീ ആണ്, നല്ല ഫ്രീ ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബോട്ടം കൂടി ഫിറ്റ് ചെയ്താൽ റെഡിയാണ്. അതിൻ്റെ ബോട്ടാണത്, നമ്മൾ ബെയറിംഗ് ഒക്കെ മാറ്റി വെച്ച ബോട്ടം. ആ ബോട്ടം അതിൻ്റെ കറക്റ്റ് അലൈൻമെൻ്റ് ആക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ഗ്രീസ് ഇട്ട് അതിൻ്റെ 6201 പറഞ്ഞ ബെയറിംഗ് ആണ് അതിൻ്റെ അടിയിൽ. അതിൻ്റെ ആ ഷാഫ്റ്റിന് കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് അതിൻ്റെ ഇറക്കി കൊടുക്കുക. ഇത് ഇറക്കിയിട്ട് സാധാരണ ഫാൻ ഫിറ്റ് ചെയ്യുന്നതുമായി തന്നെ അത് ഇറക്കിയിട്ട് ആ പഴയ 3 ഹോളുള്ള സ്ക്രൂ ഉണ്ട്, ആ 3 ഹോൾക്കും സ്ക്രൂവിൻ്റെ ഭാഗം റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ശേഷം ടൈറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ സ്ക്രൂ ഇടാം. മുമ്പ് എടുത്ത് വെച്ച സ്ക്രൂ ഉണ്ടാവും. എടുത്ത് വെച്ച ആ 3 സ്ക്രൂ വാസറോട് കൂടിയിട്ടുള്ള 3 സ്ക്രൂ ആയിരിക്കും. അതതിന് ഫിറ്റ് ചെയ്യുക. ആ 3 സ്ക്രൂവും 3 ഭാഗത്ത് ഫിറ്റ് ചെയ്യുക. 3 സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് 3 പുറവും ടൈറ്റാക്കി ആ 3 സ്ക്രൂ ഇട്ട് ആ 3 സ്ക്രൂവിന് നമ്മൾ ഇത് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ടൈറ്റാക്കുമ്പോഴാണെങ്കിൽ ഷാഫ്റ്റ് ഒന്ന് തിരിച്ച് നോക്കാം ലൂസ് ഉണ്ടോ എന്നുള്ളത്. അവിടെ കുടുങ്ങിയിട്ടൊന്നുമില്ല, നല്ല ഫ്രീ ആണ്. പിന്നെ പൊതുവേ മറ്റ് ഫാനിലും ഒന്ന് ഒരു ടൈറ്റ് ഉണ്ടാവും. മാഗ്നറ്റ് ആയതുകൊണ്ട് ഫുള്ള് ഫ്രീ ആയിട്ട് നിൽക്കില്ല. ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിക്കണമായിട്ട് തോന്നും. പക്ഷേ ഒരയുണ്ടാകാൻ നോക്കണം. മാഗ്നറ്റ് എവിടെ തട്ടാതെ പോലത്തെ തന്നെ പോകണം. മാഗ്നറ്റ് റോട്ടർ ബസ് ഓക്കെ, നല്ല ടൈറ്റാക്കി. ഇനി അത് നമ്മൾ ടൈറ്റാക്കി അതിന് ശേഷം അത് തിരിച്ചു നോക്കിയാൽ നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൽ കൺട്രോൾ ഫിറ്റ് ചെയ്യണം. കൺട്രോൾ ഫിറ്റ് ചെയ്യുന്ന ബോർഡാണിത്. നമ്മൾ മുമ്പ് കാണിച്ചെന്നെ അതേ സെയിം ബോർഡാണ്. ആ ബോർഡ് എന്ത് വേണമെങ്കിൽ ആ ബോർഡ് മേലെ ഒരു ഇൻസുലേഷൻ, അതിൻ്റെ ആ ബോർഡ് മെറ്റലായതുകൊണ്ട് ബോർഡ് മുന്നിൽ ആ ബോർഡ് വെക്കുമ്പോൾ അതിൻ്റെ ഇൻഡക്ഷൻ വരണ്ടാന്ന് എഴുതിയിട്ട് ഒരു പേപ്പറുമായിട്ട് എന്തെങ്കിലും കനുള്ള മില്ലക്സ് പേപ്പറോ എന്തെങ്കിലും കട്ട് ചെയ്ത് കണ്ട് അതിൽ വെക്കണം. അത് ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിന്മേൽ ആ PC വെക്കണ്ടേ. ആ പേപ്പർ അതിന്മേൽ ഒട്ടിച്ച് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ആ ബോർഡ് ഫിറ്റ് ചെയ്യണം. ആ ബോർഡിൻ്റെ ഉള്ളിൽ ആ വയർ ഇട്ടിട്ട് ആ ഷാഫ്റ്റ് വഴി കീപ്പോട്ട് ഇറക്കിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചൊരു കപ്പാസിറ്റർ സ്ക്രൂ ഉണ്ട്. ആ കപ്പാസിറ്റർ സ്ക്രൂ അതിൽ ഇടാം. അതിന് ടൈറ്റാക്കി വെക്കാം. കപ്പാസിറ്റർ സ്ക്രൂ ഇട്ട് അതിൻ്റെ ക്ലാമ്പ് അത് നമ്മൾ ടൈറ്റാക്കി വെച്ചു. ഇനി അതിൻ്റെ ബോർഡ് PCB, ഇതാണ് അതിൻ്റെ ബോർഡ്. ആ 12 വോൾട്ടിനും 30 വോൾട്ട് വരെ വർക്ക് ചെയ്യുന്ന ആ ബോർഡ് അതിൻ്റെ IR വെക്കണ ഒക്കെ വെച്ചിട്ട് ഞാൻ അതിന്മേൽ ഫിറ്റ് ചെയ്യണം. ബോർഡ് വെച്ചു. അതിന് ഒരു 4 സ്ക്രൂവിൻ്റെ ഹോളുണ്ട്. ആ സ്ക്രൂവിൻ്റെ ഹോളിലേക്ക് ചെറിയ സ്ക്രൂ എടുത്തിട്ട് ആ സ്ക്രൂ 2 ഫിറ്റ് ചെയ്താലും മതി. 2 ക്രോസായിട്ട് 2 സ്ക്രൂ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡിൻ്റെ വർക്കും തീർന്നു. അതിൻ്റെ 2 സൈഡിനുള്ള സ്ക്രൂ ആണ് ഇപ്പോൾ അതിനിടണുള്ളൂ. അത് മതി, അതിനല്ലേ വെള്ളം നിൽക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ ബോർഡിലേക്ക് കോയിൽമെന്ന് വരണേ ആ 3 വയറുണ്ട്. ആ 3 വയർ നമ്മൾ പിന്നെ കണക്ഷൻ കൊടുത്തു, റെഡിയാക്കി. ഇനി അതിൽ 220 വോൾട്ട് AC കൊടുക്കുന്ന 2 വയറുണ്ട്. 12 വോൾട്ടിൽ കൊടുക്കുന്ന വയറുണ്ട്. അപ്പോൾ 12 വോൾട്ട് ഇപ്പോൾ നമ്മൾ DC കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ 12 വോൾട്ട് കുറച്ച് കട്ട് ചെയ്ത് കണ്ട് അവിടെ മടക്കി വെച്ചാൽ മതി. ഇനി AC-ൻ്റെ വയറുകളാണ്. പിന്നെ കറണ്ടിനാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിക്കാൻ പോകേണ്ടത്. അപ്പോൾ കറണ്ട് 2 വയർ ഇൻസുലേഷൻ കളഞ്ഞു. അതിൻ്റെ IR സെൻസർ ഇത്രയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി അതിൻ്റെ മേലെ അതിൻ്റെ അടിയിൽ ഈ നമ്മൾ വെച്ച ആ ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡ് മറക്കുന്ന ഒരു കപ്പുണ്ട്. ആ കപ്പാണ് ഈ കപ്പ്. ഇത് പല കളറിലും, ഇത് ഐവറി ആയതുകൊണ്ട് ഐവറി കളറാണ് ഇതിനുള്ളത്. എല്ലാ കളറുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് IR സെൻസർ, നമ്മൾ വെച്ച IR സെൻസർ ഉണ്ട്. IR സെൻസർ ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അടിക്ക് വെച്ചിട്ട് ആ റാഡ് നെട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ആക്കണം. അതിന് മേലെ നിന്ന് വരുന്ന റാഡ് ഉണ്ടാവും. ആ റാഡ് നെട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കണം. ഇതാണ് അതിൻ്റെ ആ റാഡ് നേരെ റാഡ് കട്ടിങ്ങുള്ള ഭാഗം ഉണ്ടാവും. അതിൻ്റെ ആ ഭാഗത്ത് നേരെ കീപ്പോട്ട് ആ റാഡ് നേരെ ഇട്ടിട്ട് അതിന് അടിയിൽ ആ ബോൾട്ട് ഇടാനുള്ള ഭാഗമുണ്ട്.
അതിലൂടെ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ആക്കിയതോടുകൂടി അത് കഴിഞ്ഞു. ഓക്കെ, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫാൻ. ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാണ്. ഈ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് കൊടുന്നിട്ട് ഇവിടെ റെഡിമെയ്ഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉണ്ടാക്കിയിട്ടുണ്ട്. ടൈമിൽ കൊണ്ട് ഫിറ്റ് ചെയ്തു. ബോർഡ് നമ്മൾ പിന്നെ ബോർഡ് തന്നെ ചെയ്ത ബോർഡ് ഉണ്ട്. ഈ ബോർഡിന് തന്നെ കണക്ഷൻ കൊടുക്കുന്നത്. ബോർഡിൻ്റെ AC കണക്ഷൻ അങ്ങനെ കൊടുത്തു. AC ആയി. സെൻസറാണ് മാറ്റി വെച്ചു. നേരെ കൊണ്ടിട്ട് ഓക്കെ കറണ്ട് കുത്തി. ഓൾറെഡി സെൻസർ 1 2 ലിറ്ററാണ് ഇട്ട് വെച്ചിട്ടുണ്ടാവുക. ഇത് നമ്മളെ ഇതിപ്പോൾ ഓടാൻ തുടങ്ങി. ഇപ്പോൾ ഓഫായി. ഈ ഓഫാകണമെന്ന് വെച്ചാൽ നോലോഡ് കട്ടായി, ലീഫ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ലീഫ് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഓടുള്ളൂ. പിന്നെയും ഓണാവും, ഇനിയും കട്ടാവും. അങ്ങനെ നോലോഡ് കട്ടുണ്ട്, ഇതിന് ഓവർലോഡ് കട്ടുണ്ട്. അതുകൊണ്ടാണിത് വർക്കിംഗ് ആകത്ത്. ഇതോടുകൂടി ഇത് കഴിഞ്ഞ് ഇനി മേലത്തെ കപ്പിട്ടിട്ട് ലീഫ് ഇട്ട് ക്ലിയർ ആക്കി വെച്ചാൽ മതി. ഓക്കെ.